We are called upon by Better UK for this first testimony. Praise the Lord. ദൈവത്തിന് സ്തോത്രം. Oh, how good and how pleasant it is for brethren to dwell together in unity. Hallelujah. സഹോദരന്മാരെല്ലാവരും ഒത്തൊരുമിച്ച് ചേർന്ന് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. Jesus and ours prayer was that they all may be one. യേശു ആഗ്രഹിക്കുന്നത് നാം എല്ലാവരും ഒന്നായി തീരണമെന്നാകുന്നു. And I praise and thank God because I'm witnessing that we're all one in this convention. ഈ കൺവെൻഷൻ കൂട്ടത്തിൽ നാം എല്ലാവരും ഒന്നായി തീരുന്നു എന്നുള്ളത് അതിന് ഞാൻ സാക്ഷി. അതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I want to give God all the praise and for this testimony to glorify the name of Jesus only. ഈ സാക്ഷ്യത്തിൽ കൂടി ദൈവനാമത്തെ മാത്രം മഹത്വപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. It's been 4 years since I was last able to be with my family here in Qatar. ഈ ഖത്തർ ദേശത്ത് 4 വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ ഒരു പ്രാവശ്യം കടന്നു വന്നിരുന്നു. And I want to praise and give God all the glory because the work has grown beautifully. God gives the increase. ദൈവം തന്റെ വിലയെ വർദ്ധിപ്പിച്ചതോർത്ത് ദൈവം തന്നതായ ഈ വർദ്ധവനെ ഈ അപൂർത്തിയൊക്കെ കണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. God has answered our prayers and God is doing a beautiful, beautiful work of sanctification, preparing His bride in the Middle East. ഈ മിഡിൽ ഈസ്റ്റ് ദേശങ്ങളിലും കർത്താവിന്റെ ശുശ്രൂഷയെ, കർത്താവിന്റെ പ്രവൃത്തിയെ, തന്റെ കാന്തയെ ഒരുക്കുന്നതായ ആ പ്രവൃത്തിയെ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. I want to start my testimony. I come from a Jewish background. ഞാൻ ഒരു യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് കടന്നു വന്ന ഒരു വ്യക്തിയാകുന്നു. I'm the only child to my parents. എൻ്റെ മാതാപിതാക്കളുടെ ഏക മകനായി ഞാൻ ജനിച്ചു. And I'm a chief sinner, the worst one. Everything that was wrong I did. ഞാൻ ഏറ്റവും വലിയ പാപിയായിരുന്നു. എല്ലാവിധമായ തെറ്റുകളും ഞാൻ ചെയ്തിരുന്നു. I tried to find joy and happiness and satisfaction in this world. ഈ ലോകത്തിൽ ഞാൻ സന്തോഷത്തെ തേടി, ഈ സംതൃപ്തിയെ തേടി ഞാൻ അതിന്റെ പിന്നാലെ പോയി. But it only left me empty and empty each time, wanting more. എന്നാൽ ഞാൻ അധികം ആഗ്രഹിക്കുന്തോറും അതെന്നെ വീണ്ടും ശൂന്യതയിലേക്ക് വഴി നടത്തി. So unhappy that at the age of 13 I tried to take my own life. ഞാൻ വളരെ വിഷാദിച്ച് വളരെ ദുഃഖിതനായി 13-ാം വയസ്സിൽ എൻ്റെ ജീവനെ അവസാനിപ്പിക്കേണ്ടതിനായി ഞാൻ ശ്രമിച്ചു. But God had a different plan for my life and He preserved me. എന്നാൽ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന്റെ ഉദ്ദേശം മറ്റൊന്നായതിനാൽ കർത്താവ് എന്നെ സൂക്ഷിച്ചു. I went through life for better jobs, better money, better car, bigger, better, all worldliness, show off life, selfish life. എൻ്റെ ജീവിതത്തിൽ നല്ലൊരു ജോലിക്കായി, നല്ലൊരു വാഹനത്തിനായി, നല്ല കാര്യങ്ങൾക്കായി, എല്ലാം നല്ലത് ലഭിക്കേണ്ടതിനായി ഞാൻ ഓരോ സ്ഥലത്തു നിന്ന് മറ്റു സ്ഥലത്തിലേക്ക് പോയി ഇങ്ങനെ തേടിക്കൊണ്ടിരുന്നു. Then one day at my office a gentleman came in. I met a gentleman and he told me about Jesus. ഒരു ദിവസം എൻ്റെ ഓഫീസിൽ ഒരു സഹോദരൻ കടന്നു വന്നു. എന്നോട് യേശുവിനെ കുറിച്ച് സംസാരിച്ചു. Because I never studied, I was always playing and being naughty. I just believed it and I came as a child. ഞാൻ എപ്പോഴും ഒരു കുസൃതിയുള്ള ഒരു പൈതലിനെ പോലെ ഒന്നും അങ്ങനെ ഞാൻ പഠിച്ചിരുന്നില്ല. ആകയാൽ ഞാൻ താൻ പറഞ്ഞത് വിശ്വസിച്ച് ഞാൻ കടന്നു വന്നു. Word of God says we can only enter the kingdom like a little child. ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ ദൈവരാജ്യത്തിൽ കടക്കണമെങ്കിൽ ഒരു ശിശുവിനെ പോലെ ആയി തീരണമല്ലോ. I then went to various churches looking for the truth. ഞാൻ സത്യത്തെ തേടി പല സഭകളിലേക്ക് കടന്നുപോയി. And at the Greek Orthodox Church it was all in Greek, but the translation was Matthew 5, the Sermon on the Mount. ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ചിലേക്ക് പോയപ്പോൾ അവിടെ എല്ലാം ഗ്രീക്ക് ഭാഷയിലായിരുന്നു. എന്നാൽ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നിന്ന് യേശുവിന്റെ ആ പ്രസംഗത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. Blessed are the pure in heart, for they shall see God. ഹൃദയത്തിൽ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. And blessed are those that hunger and thirst for righteousness, for they shall be filled. നീതിക്ക് വേണ്ടി വിശന്നും ദാഹിച്ചും ഇരിക്കുന്നവർ ഭാഗ്യവാന്മാർ, അങ്ങനെയുള്ളവർ തൃപ്തരായി തീരും. And truly that was the start of my beautiful journey with my lovely Jesus. അതാകുന്നു എൻ്റെ പ്രിയനായ യേശുവിനോട് കൂടിയുള്ള എൻ്റെ യാത്രയുടെ ആരംഭം. As I mentioned before, I wasn't content there because of the idols and the icons. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ അവിടെ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം കണ്ട് ഞാൻ അത്ര തൃപ്തനായിരുന്നില്ല. So I continued searching in the Anglican churches, Jews for Jesus, and various other fellowships which didn't satisfy as the word of God was in the Greek Orthodox Church. It was all about money and comedy and talk.
ഇംഗ്ലണ്ട് ദേശത്ത് ഓർത്തോ ആംഗ്ലിക്കൻ ചർച്ചിലും മറ്റോരോ സഭകളിലും ഞാൻ കടന്നുപോയി. ഞാൻ തേടിയെന്നിൽ അതിലൊന്നും എനിക്കൊരു സംതൃപ്തി കണ്ടില്ല. എന്തുകൊണ്ടെന്നാൽ അവിടെയെല്ലാം പണത്തെക്കുറിച്ചും മറ്റ് എല്ലാവരെയും രസിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്ന വിഷയങ്ങളെക്കുറിച്ച് മാത്രമേ സംസാരിച്ചിരുന്നുള്ളൂ. Where I was working at the time, they were a Pentecostal believers. എന്നാൽ ഞാൻ അവിടെ ജോലി ചെയ്ത സമയത്ത് അവിടെ പെന്തിക്കോസ്തുകാരായ വിശ്വാസികൾ ഉണ്ടായിരുന്നു. I used to go into their shop and they said, "Why are you so happy?" ഞാൻ അവരുടെ അടുത്ത് ഒരു കടയിലേക്ക് പോയപ്പോൾ അവർ എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് Happy? Why are you so happy? താൻ എന്നോട് ചോദിക്കുകയുണ്ടായി, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്ര സന്തോഷവാനായിരിക്കുന്നത്? I said, "Because I've got Jesus." ഞാൻ പറഞ്ഞു, എനിക്ക് യേശുവിനെ ലഭിച്ചു. They said, "Why don't you come to one of our meetings?" They used to have a cottage meeting once a month. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ ഭവനത്തിൽ ഒരു കോട്ടേജ് മീറ്റിംഗ് ഉണ്ട്, ആ കോട്ടേജ് മീറ്റിംഗിന് നിങ്ങളൊന്ന് വന്നാട്ടെ. I went, and it was just the word of God and the love of the consecrated servants of God and the saints. അപ്പോൾ അവിടെ ഞാൻ ചെന്നപ്പോൾ അവിടെ ദൈവത്തിന്റെ വചനവും ദൈവസ്നേഹവും വിശുദ്ധന്മാരുടെയും സ്നേഹവും കൂട്ടായ്മയും എനിക്ക് അവിടെ കാണുവാനിടയായി. I was able to build up my life and learn about water baptism. എൻ്റെ ജീവിതത്തെ പണിതുയർത്തുവാൻ ദൈവം എന്നെ സഹായിച്ചു. ജലസ്നാനത്തെക്കുറിച്ച് എനിക്ക് പഠിക്കുവാൻ ദൈവം ഇടയാക്കി. I was able to take baptism. God set me free from all those evil, wicked things. ഞാൻ ജലസ്നാനം സ്വീകരിച്ച് എൻ്റെ എല്ലാ ദുഷ്ടതയിൽ നിന്നും പാപത്തിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു. And God filled me with the Holy Spirit, the promise of the Father. പിതാവിന്റെ വാഗ്ദത്തമാകുന്ന പരിശുദ്ധാത്മാവിനാലും ദൈവം എന്നെ നിറച്ചു. Everyone that's waiting for the Holy Spirit here, Jesus said, "Just open your mouth wide and I will fill it. Out of your bellies will flow rivers of living water." ഇവിടെ പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ വായെ വിസ്താരത്തിൽ തുറക്കുക, ദൈവം അതിനെ നിറയ്ക്കാം. അങ്ങനെ വിശ്വസിക്കുന്നവരുടെ ഉള്ളത്തിൽ നിന്ന് ജീവജല നദികൾ ഒഴുകുവാനിടയാകും. Everyone that doesn't have the Holy Spirit here, rejoice by faith. By faith, come as a child, open your mouth wide, rejoice in Him, the true joy giver. Think about Calvary, think about His love, think about that sacrifice. ഇവിടെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതിരിക്കുന്നവർ വിശ്വാസത്താൽ ദൈവത്തിൽ സന്തോഷിക്കുക, കാൽവറിയെ ധ്യാനിക്കുക, ദൈവത്തിന്റെ സ്നേഹത്തെ ധ്യാനിച്ച് കർത്താവിനെ പാടി സ്തുതിക്കുക. And God is faithful. ദൈവം വിശ്വസ്തനാകുന്നു. Seek first the kingdom of God and His righteousness, and all these things shall be added unto you. മുൻപേ ദൈവത്തിന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് കർത്താവിന്റെ വാഗ്ദത്തം. I then wanted to get married. എനിക്ക് വിവാഹം കഴിക്കുവാൻ ആഗ്രഹമില്ലായിരുന്നു. I looked at people in the church that I wanted. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ തേടിക്കൊണ്ടിരുന്നു. Some no longer here, some not happy, but God has a better plan for me. ഞാൻ കണ്ട് അതിലൊന്നും എനിക്ക് തൃപ്തിയായില്ല. എന്നാൽ ദൈവത്തിന് എന്നെക്കുറിച്ചൊരു വലിയ ഉദ്ദേശമുണ്ടായിരുന്നു. Servant of the God at the time said, "If you want someone, the church will find you someone." And on the little revival meetings I used to go to, a believer told me, "You must marry someone you can pray with." ഞാൻ ദൈവത്തിന്റെ ദാസനും എന്നോട് പറഞ്ഞു, നിങ്ങൾ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ കൂട്ടായ്മയിൽ ആരെങ്കിലും നമ്മൾക്ക് അന്വേഷിക്കാം. ഞങ്ങൾ ഒരു റിവൈവൽ മീറ്റിങ്ങിൽ ഒരു വ്യക്തി എന്നോട് വന്ന് പറയുകയുണ്ടായി, നിങ്ങൾ വിവാഹം കഴിക്കുന്നുവെങ്കിൽ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിയെ വിവാഹം കഴിക്കണം. True to God's word, I waited on the Lord. ദൈവത്തിന്റെ വചനപ്രകാരം ഞാൻ ദൈവത്തിനായി കാത്തിരുന്നു. We used to have intercessory prayers at my home when I was single once a month. ഞാൻ എൻ്റെ ഭവനത്തിൽ മാസത്തിൽ ഒരിക്കൽ പക്ഷപാത പ്രാർത്ഥനയുണ്ടായിരുന്നു. അന്ന് ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. Where we used to pray for everyone in authority, as we're praying here for everyone in authority, the rulers of this land, and everyone in authority. Keep doing that. God is changing their hearts, as we can see. അവിടുത്തെ രാജാക്കന്മാർ, അവിടുത്തെ അധികാരികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇവിടെയും നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് പോലെ അങ്ങനെ പ്രാർത്ഥിച്ച് ദൈവം അവിടെയും അത്ഭുതങ്ങൾ ചെയ്തു. Servants of God showed me a photograph, and they read Proverbs 31, "A virtuous woman will do you no harm, and she'll be a wonderful mother." വിശുദ്ധന്മാർ എന്നെ ഒരു ഫോട്ടോ കാണിച്ചു. സദൃശ്യവാക്യങ്ങൾ 31 അധ്യായത്തിൽ നിന്നുള്ള വാക്യവും കാണിച്ചു. സാമർഥ്യമുള്ള സ്ത്രീ, അവൾ നിനക്കൊരു ദോഷവും ചെയ്യുകയില്ല, നിന്റെ ആയുഷ്കാലമെല്ലാം നിനക്ക് നന്മ ചെയ്യും. True to God's word. We spoke on the phone, and 5 days before the wedding, I went out to Sri Lanka and got married. All glory be to Jesus. ദൈവത്തിന്റെ വചനപ്രകാരം വിവാഹത്തിന് 5 ദിവസം മുൻപ് ഞാൻ അവളോട് സംസാരിക്കുകയുണ്ടായി. അതിനുശേഷം വിവാഹത്തിനായി ശ്രീലങ്കയിലേക്ക് പോയി. എല്ലാ മഹത്വവും ദൈവത്തിന്.
Our first child went to be with the Lord. Her name was Deborah. God undertook for the funeral and everything, and thank God I've got one soul in heaven. ഞങ്ങളുടെ ഒരു ഒന്നാമത്തെ മകൾ ദെബോറ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. അവളുടെ അടക്കാരാധനയെല്ലാം കർത്താവ് ഭാരമെടുത്തെല്ലാം നടത്തി. ഞങ്ങളുടെ ഒരു ആത്മാവ് ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നു. A day before my wedding in Sri Lanka, we went for the Children's Day. ഞങ്ങളുടെ വിവാഹത്തിന് ഒരു ദിവസം മുൻപ് ശ്രീലങ്കയിൽ അവിടെ കുഞ്ഞുങ്ങളുടെ ഒരു ആനിവേഴ്സറി ചിൽഡ്രൻസ് ഡേക്കായി ഞങ്ങൾ കടന്നുപോയി. And God gave me the verse, train up a child in the way he should go, and when he is old, he will not depart from it. അവിടെ ദൈവം എനിക്കൊരു വചനത്തെ നൽകി. ഒരു ബാലൻ നടക്കേണ്ടത് വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അതിൽ നിന്ന് മാറുകയില്ല. I had the desire for any other children that God gave me to do the homeschooling, and by God's grace, my 3 children, since they've been born, have been doing homeschooling. അതിനുശേഷം കർത്താവ് ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളെ തന്നു. അവരുടെ കുഞ്ഞുങ്ങളെ ഹോം സ്കൂളിംഗ് വീട്ടിൽ തന്നെ പഠിപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. ദൈവ കൃപയാൽ അവരെ 3 പേരെയും വീട്ടിൽ തന്നെ പഠിപ്പിക്കുവാൻ ദൈവം കൃപ നൽകി സഹായിക്കുന്നു. I want to praise and thank God for this great salvation. ഈ വലിയ കർത്താവ് തന്നതായി വലിയ രക്ഷയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I want to thank and praise God for his promises and the fellowship of the saints and the word of God, which is strengthening my inner man. ദൈവത്തിന്റെ വലിയ വാഗ്ദത്തങ്ങൾക്കായി, ദൈവത്തിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടായ്മയ്ക്കായി, ദൈവത്തിന്റെ വചനത്തിനായി, എൻ്റെ അകമേ മനുഷ്യനെ ബലപ്പെടുത്തുന്ന ഈ വചനങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Please continue to pray for my mum and dad. It's a promise you and your family will be saved. എൻ്റെ മാതാപിതാക്കൾക്കായി നിങ്ങൾ പ്രാർത്ഥിക്കണമേ. ദൈവത്തിന്റെ വാഗ്ദത്തമാകുന്നു നീയും നിന്റെ കുടുംബവും രക്ഷിക്കപ്പെടുമെന്നുള്ളത്. God will save all of our unsaved family members. He said, ask, and if we ask anything according to his will, he will do it. ദൈവം തന്നെ നിങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാം രക്ഷിക്കണം. ദൈവത്തിന്റെ വചനപ്രകാരം ചോദിക്കുക, എന്നാൽ ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന വചനപ്രകാരം കർത്താവ് അത് ഞങ്ങൾക്ക് ചെയ്തു തരണം. I praise and thank God that God will raise up consecrated servants of God in the Middle East. ഈ മിഡിൽ ഈസ്റ്റ് ദേശത്തിലും ദൈവത്തിന്റെ പ്രതിഷ്ഠിക്കപ്പെട്ട ശുശ്രൂഷകരെ കർത്താവ് എഴുന്നേൽപ്പിച്ചതിനായി ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. Praise and thank God God's given us mothers and fathers that have given up their life for us so they can present us faultless. No greater joy than the children walk in truth. നമുക്ക് വേണ്ടി അവരുടെ മാതാപിതാക്കളെയും സകലത്തെയും വെടിഞ്ഞ് അവരുടെ സകലത്തെയും പ്രതിഷ്ഠിച്ച് നമുക്ക് ദൈവം നൽകിയ ഈ മാതാപിതാക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മെ ഓരോരുത്തരെയും പൂർണ്ണരാക്കി ദൈവസന്നിധിയിൽ വിശ്വസ്തരായി നിലനിർത്തേണ്ടതിനായി കർത്താവ് തന്ന ഈ ശുശ്രൂഷകർക്കായി ഞാൻ അധികമായി ദൈവത്തെ സ്തുതിക്കുന്നു. Who am I? I'm a zero, I'm a dust, I'm a worm, nothing good in me, yet God has saved me. ഞാൻ ആരാകുന്നു? എന്നിൽ ഒരു നന്മയുമില്ല, ഞാൻ വെറും പൊടി മാത്രം, ഞാനൊരു പുഴു മാത്രം. എന്നാൽ ദൈവം എന്നോട് കരുണ കാണിച്ച് എനിക്ക് വലിയ രക്ഷയെ നൽകി. He's filled me with a joy unspeakable and full of glory that the world cannot give. Nothing in this world. The world is all waiting for fire. It's dung. ഈ ലോകം നൽകുവാൻ കഴിയാത്തതായ അവർണ്ണനീയമായ പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത വലിയ സന്തോഷത്താൽ കർത്താവ് എനിക്ക് നൽകി. ഈ ലോകം മുഴുവനും അത് വ്യർത്ഥമാത്രേ. ഈ ലോകത്തിലെ ഒരു സന്തോഷങ്ങളും എല്ലാമേ വ്യർത്ഥം തന്നെ. It's all temporal. Things that we see are temporal, but the things we don't see are eternal. ഈ ലോകത്തിൽ നാം കാണുന്നതെല്ലാം താൽക്കാലികം, എന്നാൽ നാം കാണാത്ത വസ്തുക്കളോ അത് നിത്യമായതാകുന്നു. And my prayer and my heart's desire is that God will make us all ready for his soon coming. He's coming soon. He said, look up, your redemption draweth nigh. എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹവും ഒന്ന് മാത്രം, കർത്താവിൻ്റെ വരവെങ്കിൽ ഞാൻ കാണപ്പെടുവാൻ ഞാൻ ഒരുക്കപ്പെടണം. കർത്താവിൻ്റെ വചനപ്രകാരം നിങ്ങളുടെ തലകളെ ഉയർത്തുകയും നിങ്ങളുടെ വീണ്ടെടുപ്പിൻ നാൾ അടുത്തിരിക്കുന്നു. Thank you for your love, and I pray that we all get caught up, every family, every home be empty for the soon coming of the Lord. Let's pray that God will build up Zion. When the Lord shall build up Zion, he shall appear in all his glory. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിനായി നന്ദി. എൻ്റെ പ്രാർത്ഥന, കർത്താവിൻ്റെ വരവെങ്കിൽ നമ്മുടെ എല്ലാ കുടുംബങ്ങളും എല്ലാ ഭവനങ്ങളും ഒഴിഞ്ഞ് കർത്താവിനോട് നാം എല്ലാവരും ചേർന്നിരിക്കണം. കർത്താവ് സിയോനെ പണിയുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് സിയോനെ പണിതതിനു ശേഷം മഹത്വത്തിൽ വെളിപ്പെടും. I give all praise, glory and honor unto the living God Jesus. സകല സ്തുതിയും മഹത്വവും പുകഴ്ചയും ജീവനുള്ള യേശുവിനെ ഞാൻ അർപ്പിക്കുന്നു. Amen. ആമേൻ.